ഗുഡ് മോർണിംഗ്. നമ്മുടെ പെറ്റൂണിയ ചെടികളിലെ ഡബിൾ പെറ്റൽ പെറ്റൂണിയകളെല്ലാം നാടനാണോ എന്ന് പലർക്കും ഇപ്പോഴും സംശയങ്ങളുണ്ട്. അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാ പെറ്റൂണിയകളും നാടനല്ല. എൻ്റെ അറിവിൽ ഒരു വൈറ്റ് കളറിലെ ഡബിൾ പെറ്റൽ പെറ്റൂണിയയും അതുപോലെ തന്നെ പർപ്പിൾ കളറിലെ ഡബിൾ പെറ്റൂണിയയും മാത്രമേ നാടനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം സീഡിട്ട് മുളപ്പിച്ച ഹൈബ്രിഡ് പെറ്റൂണിയകളാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പെറ്റൂണിയ ചെടി നമ്മുടെ സീഡിട്ട് മുളപ്പിച്ച ഒരു ഇനം പെറ്റൂണിയാണ്. ഇതിൽ ഫ്ലവറിങ് സ്റ്റേജ് വരുന്നതിന് മുമ്പ് വരുന്ന സ്റ്റെമ്മുകൾ നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലവറിങ് വന്ന ഒരു സ്റ്റേജിലെത്തിയ ചെടിയാണെങ്കിൽ ഒരിക്കലും അത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു സ്റ്റെമ്മ് പോലും കിട്ടത്തില്ല. അതിൻ്റെ തെളിവ് നിങ്ങൾക്ക് കാണണോ? എങ്കിൽ വാ കാണിക്കാം. ഇത് കണ്ടോ, ഞാൻ ഫ്ലവറിങ് സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് ഒരു സ്റ്റെം എടുത്ത് കിളിപ്പിച്ച പെറ്റൂണിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഡബിൾ പെറ്റൽ പെറ്റൂണിയാണ്. ഇത് നമുക്ക് ഇങ്ങനെ മാത്രമാണ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേസമയം പൂക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ സ്റ്റെമ്മുകളിലും പൂങ്കുലയോട് കൂടിയേ ഹൈബ്രിഡ് ഇനം പെറ്റൂണിയകൾ സ്റ്റെമ്മുകൾ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളൂ. ഇപ്പോൾ ഡബിൾ പെറ്റൽ പെറ്റൂണിയ ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഫ്ലവറിങ് സ്റ്റേജ് വരുന്നതിന് മുമ്പ് തന്നെ കട്ടിങ് എടുത്ത് പിടിപ്പിച്ച് അത് പുതിയ ചെടികളാക്കി മാറ്റാൻ സാധിക്കും. പക്ഷേ ഇത് പക്ക ഹൈബ്രിഡ് തന്നെയാണ്. ഒരിക്കലും ഞാൻ പറഞ്ഞ ആ 2 പ്ലാന്റ്സ് അല്ലാതെ മറ്റൊരു പ്ലാന്റ്സുകളും നാടൻ ഇനത്തിൽപ്പെട്ടതല്ല. ഇത്തരത്തിലുള്ള പെറ്റൂണിയെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അടുത്ത ദിവസം നല്ല വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബായ്.